ശ്രീ ആന്റോ ആന്റണി എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആന്റോ ആന്റണി, താങ്കൾ അറിഞ്ഞല്ലോ അല്ലേ, നടപടി എന്നത് ആ SP ഓഫീസിലേക്കുള്ള സ്ഥലം മാറ്റം മാത്രമാക്കി ചുരുക്കിയിരിക്കുകയാണ്. ഇതൊരു നടപടിയായി കാണാൻ കഴിയുമോ? ഇത് ഈ ആരോപണ വിധേയനായ ഈ SIയെ സംരക്ഷിക്കുന്നതിന് തുല്യമല്ലേ? ഇല്ല, പിന്നെ ഇപ്പം പത്തനംതിട്ട ടൗണിൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ ആക്രമണം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ജില്ല മുഴുവൻ ആക്രമിക്കാനുള്ള അവസരം കിട്ടി. ഇതിനേക്കാൾ നല്ലൊരു പുരസ്കാരവും ഒരു താമ്രപത്രവും കൂടെ കൊടുക്കുന്നതാണ്. കാരണം ഒരു പാവപ്പെട്ട സ്ത്രീയെ അർദ്ധരാത്രിക്ക് തലക്കടിച്ച് വീഴ്ച നെഞ്ചത്ത് ചവിട്ടിയാളല്ലേ. അപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക അവാർഡും ഒരു പുരസ്കാരവും കൂടെ കൊടുത്ത് SP ഓഫീസിലോട്ട് ഇരുത്തുന്നതാണ്. ഹലോ, ശ്രീ ആന്റോ ആന്റണി, താങ്കൾ റേഞ്ചിലല്ല എന്ന് തോന്നുന്നു, ക്ലിയർ ആകുന്നില്ല ഓഡിയോ. പക്ഷേ ഇതിൽ ഇനി എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ, കോൺഗ്രസിന്റെ ഒരു നീക്കം? ഏത് തരത്തിൽ ആയിരിക്കും ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുക? ഇന്നിപ്പോൾ DCCയുടെ നേതൃത്വത്തിൽ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഉറപ്പ് നൽകിയത് ഈ SIക്കെതിരെ നടപടിയെടുക്കുമെന്നാണ്. പക്ഷേ ആ നടപടി എന്നത് ഈ സ്ഥലം മാറ്റം മാത്രമല്ലല്ലോ വേണ്ടത്. ഏറ്റവും കുറഞ്ഞത് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നൊരു നടപടിയെങ്കിലും വേണ്ടതല്ലേ? പത്തനംതിട്ട ടൗണിൽ മാത്രമായിരുന്നു. ഇനിയിപ്പം ജില്ല മുഴുവൻ ആക്രമിക്കാൻ SP ഓഫീസിൽ തന്നെ ഇരുന്ന് ജില്ല മുഴുവൻ അദ്ദേഹത്തിന്റെ ഈ നടപടി നടത്താൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിന് ഒരു പ്രത്യേക അവാർഡും പുരസ്കാരവും ഒരു സ്ത്രീയുടെ തലക്കടിച്ച് വീഴ്ച കൈയൊടിച്ച് നെഞ്ചത്ത് ചവിട്ടിയാളല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ഒരു പുരസ്കാരവും ഒരു അവാർഡും ഒക്കെ കൊടുത്ത് ഇപ്പോഴത്തെ പോലീസിന്റെ പ്രവർത്തനങ്ങൾക്കുള്ളൊരു മാതൃകയായിട്ട് ഉയർത്തിപ്പിടിക്കാവുന്നതാണ്. ശരി, ശ്രീ ആന്റോ ആന്റണി, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി. എന്തായാലും ഒരു സ്ഥലം മാറ്റത്തിൽ ഒതുക്കി എന്നതിൽ വലിയ പ്രതിഷേധമുണ്ട്. കൂടുതൽ നടപടിയിലേക്ക് പോകുമോ എന്നത് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ നോക്കാം.